NSS SNDP ഐക്യം ഐക്യം പാളിപ്പോയി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇതൊരു രാഷ്ട്രീയ അജണ്ട ആയിരുന്നു എന്ന് പലരും പറയുന്നുണ്ട്. ഈ രാഷ്ട്രീയ അജണ്ടയാണോ യഥാർത്ഥത്തിൽ പാളിപ്പോയത്? രാഷ്ട്രീയ അജണ്ടയാണെന്ന് അത് ആദ്യമായി പറഞ്ഞു തന്നെ സുകുമാരൻ നായരായിരുന്നു. ഇതൊരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള സഖ്യചേരലാണ്, അതുകൊണ്ട് തങ്ങൾക്ക് താല്പര്യമില്ല എന്ന രീതിയിൽ സുകുമാരൻ നായരാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ അപ്പുറത്തേക്കും വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തുനിന്നും യാതൊരുവിധ അഭിപ്രായങ്ങളും നിലപാടുകളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഒരു സഖ്യം ചേരൽ നടക്കാതെ വരുന്ന സമയത്ത് ഇരുവശങ്ങളും അല്ലെങ്കിൽ ഇരു ഭാഗത്തുള്ളവരുടെ കയ്യിൽ നിന്നും പ്രതികരണങ്ങൾ വരുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ ഒരു പൂർണ്ണ രൂപത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതിന്റെ അപ്പുറത്തേക്കും ഇപ്പൊ രാഷ്ട്രീയ കക്ഷികളാണെങ്കിൽ പോലും പൂർണ്ണമായിട്ട് ഇതൊരു രാഷ്ട്രീയ ലക്ഷ്യം കൊണ്ടാണെന്നുള്ളത് ആരും അങ്ങനെ പൊതുവെ വന്ന് പ്രതികരിച്ചിട്ടില്ല. പൊതുസമൂഹത്തിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. BJPയെ സംബന്ധിച്ച് BJPക്ക് കേരളത്തിലേക്ക് നുഴഞ്ഞു കയറണമെങ്കിൽ ഈ മത നേതാക്കന്മാരുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ ഈ ജാതി സംഘടനയിലേക്ക് കയറണമെന്നത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ NSSനെ പിടിക്കാൻ ഇത്രയും കാലമായിട്ട് BJPക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ SNDPയെ നോക്കൂ. SNDPയെ വെച്ചിട്ടാണ് BDJS എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കുകയും കഴിഞ്ഞ 10 കൊല്ലമായിട്ട് BDJSനെ അടക്കി ഭരിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം BJPക്കുള്ളത്. അവിടെ NSSലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ടൊരു പാലം ഈ SNDP വഴി ഒരുക്കുകയല്ലായിരുന്നു BJP അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അത് BJP അത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അവരുടെ നേതൃത്വത്തിൽ നിന്നാണ് പറയേണ്ടതായിട്ടുള്ളത്. അതിന്റെ അപ്പുറത്തേക്കും BDJSുമായിട്ടുള്ള ഈ SNDPയുടെ ബന്ധത്തിന്റെ അപ്പുറത്തേക്കും ഈ SNDPക്ക് BJPയുമായിട്ടൊരു പ്രധാന ബന്ധം ഉണ്ടെന്നുള്ളത് അവർ തുറന്നു പറഞ്ഞിട്ടില്ല. പലപ്പോഴും അവരെ നമ്മൾ കണ്ടിട്ടുള്ളത് CPM-ആയിട്ടൊരു സഖ്യചേരുന്നത് കണ്ടിട്ടുണ്ട്. SNDPക്ക് പൊതുവെ BJPയോട് മാത്രമല്ല CPM-നോടാണെങ്കിലും കോൺഗ്രസിനോടാണെങ്കിലും ഒരേ അനുഭാവം തന്നെയാണ് പുലർത്തിക്കൊണ്ടു പോകുന്നത്. മിക്ക മണ്ഡലങ്ങളുടെ ഈ പറയുന്ന ഇലക്ഷൻ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വെറുതെ അല്ല ഈ പറയുന്ന ഇലക്ഷൻ ആവുന്ന സമയത്തേക്ക് നേതാക്കന്മാർ SNDP സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ അവിടെ കാണാൻ പോകുന്നത്. കാരണം അവിടെ എല്ലായിടത്തും ഇവർക്ക് ഒരേപോലെയാണ് അനുഭാവം വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇതുവരെ ഈ വെള്ളാപ്പള്ളി നടേശൻ ഞാൻ BJPയിലേക്ക് ചേരുകയാണെന്നുള്ളത് പ്രഖ്യാപിച്ചിട്ടില്ല. പ്രഖ്യാപിക്കുന്ന നിമിഷം തൊട്ടാണ് ആ പറഞ്ഞ സഖ്യചേരലൊക്കെ രാഷ്ട്രീയ ലക്ഷ്യം കൊണ്ട് പറയാൻ പറ്റും. SNDPയുടെ അധ്യക്ഷനായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശന് BJPയുമായിട്ടുള്ള അടുത്ത ബന്ധങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിനെതിരെ ഒരുപാട് കേസുകൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പം SNDP പല ശാഖകളുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഈ പണമിടപാടുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഒരുപാട് കേസുകൾ അദ്ദേഹത്തിന്റെ പേരിൽ നിലനിൽക്കുന്നുണ്ട്. അത് സംസ്ഥാന സർക്കാരിന്റെ പേരിലും EDയുടെ പേരിലും ഒരുപാട് കേസുകൾ. അപ്പോൾ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ വകുപ്പുകളും ഉണ്ട്. എന്നിട്ട് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാതെ ഇത്രയും നാളും മാറ്റി നിർത്തിയിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു സേഫ് സോണിൽ നിർത്തിയിരിക്കുന്നത് ഈ അടുത്ത ബന്ധങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ BJP എങ്ങനെ ഈ ജാതി സംഘടനയിലേക്ക് കയറണമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് BDJS, അതായത് SNDPയുമായിട്ടൊരു ബന്ധമുണ്ടാക്കി BDJS ഉണ്ടാക്കുന്നത്. BDJS BJPയുമായിട്ട് അനുകമ്പയിൽ തന്നെയാണ്. BDJS ഉണ്ടാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുഷാർ വെള്ളാപ്പള്ളിയാണ്, അതായത് വെള്ളാപ്പള്ളി നടേശന്റെ മകനാണ് BDJS ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ തന്നെ ആ ബന്ധം വ്യക്തമാണ്. എപ്പോഴും നമ്മൾ പിന്നീട് വെള്ളാപ്പള്ളി നടേശന്റെ വായിൽ നിന്നും വരുന്ന വാക്കുകളാണെങ്കിൽ പോലും എപ്പോഴും മുസ്ലിങ്ങളെ, അതായത് ഒരു 5 കൊല്ലമായിട്ട് അദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്നത് മലപ്പുറത്തെ മുസ്ലിങ്ങളെയാണ്. കേരളത്തിൽ മലപ്പുറത്തെ അദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്നു, മുസ്ലിങ്ങളെ കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്നു. അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പിട്ട് ഇത്തരത്തിലുള്ള ഐക്യ സംഗമം നടത്താൻ നോക്കിയിട്ടുണ്ട്. അതിന് വിള്ളലിട്ടത് ഇവിടുത്തെ കേരളത്തിലെ മുസ്ലിം ലീഗാണ് എന്ന് പറഞ്ഞൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം NSS തിരുത്തിയിട്ടുണ്ട്. ഒരിക്കലുമല്ല മുസ്ലിം ലീഗ് അങ്ങനെ ഒരു ഇടപാട് നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിലേക്ക് ചേരരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ബോധ്യമാണ് ഞങ്ങൾ ഇത് ഐക്യപ്പെടുന്നില്ല എന്നുള്ളത്. ഇപ്പൊ കുറച്ച് ദിവസം മുമ്പിട്ട് NSSന്റെ അധ്യക്ഷനായിട്ടുള്ള സുകുമാരൻ നായർ തന്നെ വന്ന് പറയുകയാണ് നമുക്ക് ഒരുമിച്ച് ഐക്യത്തിൽ പോകാം, SNDP NSS ഐക്യത്തിൽ പോകാം എന്ന് പറയുന്നു. പിന്നീട് പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു മാറ്റം. ആ മാറ്റത്തിന്റെ പിന്നിലുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ ഒരു കമ്മിറ്റി എന്ന് പറയുന്നത് സുകുമാരൻ നായർ മാത്രമല്ലല്ലോ, അവിടെ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഇത്രയും നാളും BJPക്ക് അവിടെ ചെന്നിട്ട് ഒരു ലേബൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. NSS പിടിക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ SNDP പിടിക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. BJPയുടെ പല നേതാക്കന്മാരും SNDP സംഘടനയിലുള്ള ആളുകളാണ്. പക്ഷെ അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ NSSന് BJPക്ക് അങ്ങനെ പിടിക്കാൻ കഴിഞ്ഞില്ല. പലപ്പോഴും BJPയുടെ നേതാക്കന്മാർ NSSന്റെ ഓഫീസിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് പരിഭവം പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും. സുരേഷ് ഗോപിയോട് തന്നെ അദ്ദേഹം പറഞ്ഞു, സുരേഷ് ഗോപി അവിടെ പിണങ്ങി പോകുന്ന സാഹചര്യം കണ്ടു. പിന്നീട് നമ്മൾ ഇടയ്ക്ക് വെച്ച് കണ്ടതാണ്, ഞാനും ചെവിയിൽ കൂടെയുള്ള നായരാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി NSSന്റെ ഓഫീസിൽ മന്ദിരത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അദ്ദേഹം പറയുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടാണ്. അപ്പോൾ BJP നേതാക്കന്മാർക്ക് അത്ര എളുപ്പത്തിൽ ചെന്ന് കയറാൻ കഴിയാത്തൊരു സാഹചര്യമാണ് NSS ഉള്ളത്. അതേപോലെ തന്നെയാണ് കോൺഗ്രസിലാണെങ്കിലും CPM-ലാണെങ്കിലും എല്ലാ നേതാക്കന്മാർക്കും ഇടിച്ചു തള്ളി അങ്ങോട്ട് കയറി പോകാനുള്ള സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടക്കാറില്ല. പക്ഷേ SNDPയെ സംബന്ധിച്ച് അങ്ങനെയല്ല. SNDPയുമായിട്ട് ആഭിമുഖ്യം പുലർത്തുന്ന എല്ലാ ആളുകളെയും അവിടേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പത്മ പുരസ്കാരം കിട്ടുന്നത്, ഈ പത്മ പുരസ്കാരം കിട്ടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ
നമ്മൾ പ്രാഞ്ചേട്ടൻ സിനിമ കണ്ടിട്ടുണ്ട്. ആ സിനിമയുമായി ഒക്കെ ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിനെ പല ആളുകളും ഇപ്പോൾ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനകളാണെങ്കിൽ ഏതെങ്കിലും പട്ടിക്കും പൂച്ചയ്ക്കും കൊടുക്കാൻ കഴിയുന്ന അവാർഡാണ് ഈ പത്മഭൂഷൺ. അദ്ദേഹത്തിന്റെ നിലപാടുകൾ അപ്പാടെ മാറ്റുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ അവിടെ ഈ ഐക്യത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ BJPയുടെ വലയിൽ വീഴാതെ NSS പെട്ടെന്ന് രക്ഷപ്പെടുകയല്ല അവിടെ ഉണ്ടായത്. അങ്ങനെ വേണമെങ്കിൽ കരുതാൻ പറ്റും. പക്ഷെ അതിന്റെ അപ്പുറത്തേക്കും ഈ പറയുന്ന ഇതൊക്കെ എല്ലാവരുടെയും നിരീക്ഷണങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളൊരു കാര്യങ്ങളാണ്. ഇതൊന്നും ആരും ഒരു പരസ്യമായിട്ട് വന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിലപാടുകളല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ പറയുന്ന വെള്ളാപ്പള്ളിയുടെ നിലപാട് വരുന്ന സമയത്ത് പാടെ ഇതിനെയൊക്കെ എതിർക്കുന്ന ഒരു നിലപാടായിരിക്കാം പുള്ളി വരുന്നത്. രാഷ്ട്രീയ ലക്ഷ്യം കൊണ്ടുള്ള സഖ്യം ചേരലായിരുന്നില്ല, അല്ലെങ്കിൽ അല്ലാത്തൊരു രീതിയിൽ തന്നെയാണ് സഖ്യം ചേരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞ പോലെ തുഷാർ വെള്ളാപ്പള്ളിയെ വിട്ടത് കൊണ്ട് മാത്രമാണ് ഇതിങ്ങനെയൊക്കെ ആയിപ്പോയത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും, നിലപാടുകളായിരിക്കും വരാൻ പോകുന്നത്. പിന്നെ ഈ പത്മ പുരസ്കാരമൊക്കെ കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭാരതത്തിന്റെ രീതിയിൽ നിന്ന് കൊടുക്കുന്ന പുരസ്കാരങ്ങളാണ്. അപ്പൊ അത് കൊടുക്കുന്ന എല്ലാവരെയും നമുക്ക് മാനിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്കും അത് എന്തുകൊണ്ടാണ് കൊടുത്തതെന്നുള്ളത് അതിന്റെ ഈ പറയുന്ന ജൂറി കമ്മിറ്റി, ആ കമ്മിറ്റിയോടൊക്കെ പോയി ചോദിക്കേണ്ടി വരും. ഇപ്പോൾ അതിന് മുൻപ് കൊടുത്തിട്ടുള്ള ഇപ്പോൾ ഒരു പത്മ പുരസ്കാരനെ അപ്പാടെ നമ്മൾ അധിക്ഷേപിക്കുകയാണെങ്കിൽ അത് കിട്ടിയിട്ടുള്ള ബാക്കി ഒരുപാട് പ്രതിഭകളുണ്ട്. VS-ന് കിട്ടിയിട്ടുണ്ട്, മമ്മൂട്ടിക്ക് കിട്ടിയിട്ടുണ്ട്, അതേപോലെ ഒരുപാട് ആൾക്കാർക്ക് അത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവരെ എല്ലാം അപമാനിക്കുന്നതിന്റെ നമ്മൾ ആരെ അപമാനിക്കുകയല്ല. ഇവിടെ അദ്ദേഹം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഈ അവാർഡുകൾ കിട്ടിയിരുന്ന എല്ലാവരെയും അപമാനിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. പട്ടിക്കും പൂച്ചയ്ക്കും കൊടുക്കുന്ന അവാർഡാണ് ഇവർക്കൊക്കെ കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം അധിക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒറ്റ നിലപാട് അദ്ദേഹത്തിന് കിട്ടിയപ്പോൾ മാറ്റി. പുള്ളി കൊടുത്തത് എല്ലാവർക്കും പട്ടിക്കും പൂച്ചയ്ക്കും കിട്ടുന്ന അവാർഡാണെന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഏതെങ്കിലുമൊക്കെ വ്യക്തികളെ ഉദ്ദേശിച്ചായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ഇതിന് മുൻപ് പത്മ പുരസ്കാരം കിട്ടിയ ആൾക്കാരെ മഹാപ്രതിഭകളായിരുന്നു. ആ പ്രതിഭകളെ ഒന്നും അദ്ദേഹം കയറി ഈ പറയുന്ന രീതിയിൽ പട്ടി പൂച്ചയൊന്നും വിളിക്കാനുള്ള ഒരു ചാൻസ് ഞാൻ കണക്കാക്കുന്നില്ല. പിന്നെ ഓരോ പ്രസ്താവനകളും ഇപ്പൊ അവർക്ക് ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും വ്യക്തിക്കായിരിക്കും അത് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ വെള്ളാപ്പള്ളിയെ പലർക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യമുണ്ട്. അപ്പൊ അയാൾക്ക് കൊടുത്തപ്പോൾ അയാളെ പറയുന്നുണ്ട് എന്ന് വിചാരിച്ച് പത്മ പുരസ്കാരം പട്ടിക്കും പൂച്ചയ്ക്കും കൊടുക്കാന്ന് പറയുന്ന രീതിയിൽ വേറെ ആരും സംസാരിച്ച ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത് അയാളുടെ പ്രത്യേക നിലപാടായിരിക്കാം. അയാൾക്ക് താല്പര്യമില്ലാത്ത ആൾക്ക് കൊടുത്ത സമയത്ത് അയാൾ അതിന്റെ പ്രതിഷേധം അറിയിച്ചു. അയാൾക്ക് കൊടുത്തത് എന്തിനാണെന്നുള്ളത് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ശുപാർശ കൊണ്ടൊന്നും അല്ല വെള്ളാപ്പള്ളിക്ക് കൊടുത്തിട്ടുള്ളത്. അത് അല്ലാത്ത ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായ ശുപാർശ അല്ലെങ്കിൽ അതിന്റെ പുറത്താണ് ഇയാൾക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ അവരുടെ തീരുമാനങ്ങളുടെ അപ്പുറത്താണ്. പിന്നെ ഈ പറയുന്ന BDJSന്റെ അനുഭവം ഉണ്ടോ, അല്ലെങ്കിൽ BJPയിലേക്ക് ഒരു ചേരലായിരുന്നു സഖ്യം ചേരൽ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്? BJPക്ക് ഓൾറെഡി ഇവിടെ വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ NSSന്റെ ഒരു സപ്പോർട്ട് കൂടി മാത്രമേ ഇവിടെ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ പറ്റൂ എന്നുള്ള ഒരു രീതിയൊന്നും ഇല്ല. പിന്നെ NSSന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ അധികം വാട്ട് ഷെയർ ഇവർക്ക് കൂട്ടാനും പറ്റും. പിന്നെ ഇവരുടേതായിട്ടുള്ള ഈ മണ്ഡലങ്ങളിൽ നിന്ന് നല്ല രീതിയിൽ ഈ പറയുന്ന 86 സീറ്റുകളാണ് ഇപ്പോൾ BJP പറയുന്നത്. 86 സീറ്റുകൾ കിട്ടാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്നുള്ളൊരു മെത്തേഡ് മാത്രമേ ഉള്ളൂ. അല്ലാതെ BJPയുടെ വർക്ക് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് NSSന്റെ സപ്പോർട്ടോട് മാത്രമേ ഇത്തരത്തിലൊരു ജയിക്കാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ NSSന്റെ ഭാഗത്തു നിന്ന് അവർക്ക് ചേരാൻ താല്പര്യം ഉണ്ടാവില്ല. ഇതേ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ സഖ്യചേരലും ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ആ ഒരു തിരിച്ചറിവ് സുകുമാരൻ നായർക്ക് കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും വന്നിട്ടുള്ളത്.